بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين القاعدة العثمانية عثماني قاعدة ഷംസിയായ ലാമിനെ സംബന്ധിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് അതിൻ്റെ ബാക്കി ഭാഗമാണ്. അടുത്ത അക്ഷരം റാ. റാ വന്നതിൻ്റെ ഉദാഹരണം അലിഫ് ലാം ശേഷം റാ ഷദ്ദ ഫത്ഹ ഹ സുക്കൂൻ മീം ഫത്ഹ നൂൻ ലമ്മ അർ റഹ്മാൻ. വഖഫ് ചെയ്യുമ്പോൾ അർ റഹ്മാൻ അവിടെ അൽ റഹ്മാൻ എന്നോതുകയില്ല. ഷംസിയ ആയതാണ് അതിൻ്റെ കാരണം. ലാം ശേഷമുള്ള അക്ഷരത്തിൽ ലയിച്ച് കനപ്പിച്ച് ഉച്ചരിക്കുന്നു. അർ റഹ്മാൻ. കസറാക്കപ്പെട്ടതിന് ഉദാഹരണം അർ റിബ. ലമ്മാക്കപ്പെട്ടതിന് ഉദാഹരണം അർ റുബുഉ. വഖഫ് ചെയ്യുമ്പോൾ അർ റുബുഅ. ലിർറഹ്മാനി ലിർറഹ്മാൻ. ലിർരിജാലി ലിർരിജാൽ. ലിർറുസുലി ലിർറുസുൽ. ചേർത്തി ഓതുന്നതിന് ഉദാഹരണം ബിർറഹ്മാനി ബിർറഹ്മാൻ. ബിഹിർരീഹു ബിഹിർരീഹ്. ബിർറൂഹി ബിർറൂഹ്. അടുത്ത അക്ഷരം ത. അത്തവ്വാബു അത്തവ്വാബ്. അത്തിജാറതി അത്തിജാറ. അത്തുറാബി അത്തുറാബ്. ലിത്തഖ്വ ബിത്തൗറാതി ബിത്തൗറാ. വത്തീനി വത്തീൻ. ഫിത്തുറാബി ഫിത്തുറാബ്. ഇവിടെ ഒന്നും ഇൽ എന്ന ഉച്ചാരണം വരുന്നില്ല എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ഈ അക്ഷരങ്ങളിലൊക്കെയും ഈ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. അടുത്ത അക്ഷരം ലോദ്. അല്ലഅനി അല്ലഅൻ. അല്ലിഅഫി അല്ലിഅഫ്. അല്ലുഅഫാഇ അല്ലുഅഫാ. ലാമിന് ശേഷമുള്ളതിന് ഉദാഹരണമില്ല. ഇനി ചേർത്തി ഓതുമ്പോഴുള്ള ഉദാഹരണങ്ങൾ ലോദ്. വല്ലഫാദിഅ. വഖഫ് ചെയ്യുമ്പോൾ വല്ലഫാദിഅ. ജസാഉൽ ളിഅഫ്. വല്ലുഹ. ഒരിക്കലും വൽ ലുഹ എന്നോതുകയില്ല. അതിൻ്റെ കാരണം ഷംസിയ ആയതാണ്. അതുകൊണ്ട് തന്നെ വല്ലുഹ ഈ രൂപത്തിലാണ്. ഷംസിയ ഖമരിയ എന്ന പേരിൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാം. ശേഷം വിശദീകരിക്കുന്നതാണ്.